അപ്പോൾ ഗൈസ് നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുകയാണ് ഒരു യൂട്യൂബ് ചാനൽ വീഡിയോ ഇട്ട് യൂട്യൂബ് വീഡിയോ ഇട്ട്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോണ ക്രോസ് ബാർ ചാലഞ്ചാണ്. ഇതാണ് പോസ്റ്റ് കേട്ടോ, ഇതാണ് പോസ്റ്റ്. അപ്പോൾ അവിടുത്തെ പോസ്റ്റല്ല, ഇവിടുത്തെ പോസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ഷോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങൾ കുറേ 2-3 മാസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസം വീഡിയോ ഇടാമെന്ന് ക്രോസ് ബാർ ചാലഞ്ചിൻ്റെ. പക്ഷെ ഞങ്ങൾ ഇട്ടില്ല. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനി എനിക്ക് പിടിച്ചു. പിന്നെ പരീക്ഷ തുടങ്ങി. ഒരാഴ്ച ഒരാഴ്ചയല്ല 5 ദിവസം ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളെന്ന് പറഞ്ഞു ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പനി പിടിച്ചിട്ട് 5 ദിവസം. പിന്നെ 2 ദിവസം അവധിയാവുമല്ലോ, സൺഡേ സാറ്റർഡേ. ഓക്കെ, അപ്പോൾ പിന്നെ പരീക്ഷ തുടങ്ങി. അടുത്ത ആഴ്ച പരീക്ഷ കഴിഞ്ഞപ്പോൾ പിന്നെ മടിയും പിടിച്ചു. പിന്നെ ആരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണില്ല ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒരു ചുമയുണ്ട്. അപ്പോൾ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. ഒരു 10 ലൈക്കെങ്കിലും വേണം. ആദ്യത്തെ 2 വീഡിയോസ് മാത്രമുള്ള 10 ലൈക്ക് കടന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം 4-3 ലൈക്കുള്ളൂ. അപ്പോൾ ഒരു 10 ലൈക്കെങ്കിലും വേണം. 10 എന്ന് പറഞ്ഞാൽ കറക്റ്റ് 10 അല്ല, ഒരു 6, 7, 8, 9, 10 ലൈക്ക് മതി. ചിലപ്പോൾ അതിന് കൂടുതലും നിങ്ങളുടെ ഇഷ്ടം. 10 അല്ലെങ്കിൽ 10ന് കൂടുതൽ എടുക്കണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ ആരും കമൻറ്റ് ചെയ്യണില്ല. എൻ്റെ ഒരു ഫ്രണ്ട് മാത്രം എൻ്റെ യൂട്യൂബ് ചാനൽ എൻ്റെ ഇതിൽ കമൻറ്റ് ചെയ്യണുള്ളൂ, എൻ്റെ വീഡിയോസിനൊക്കെ. അപ്പോൾ അവനെ നിങ്ങൾക്കറിയാലോ, ശ്രീകുട്ടൻ, നമ്മുടെ ക്യാമറാമാൻ ഗൈസ്. അപ്പോൾ ക്യാമറാമാനെ എല്ലാവർക്കും അറിയാമല്ലോ. ആദ്യത്തെ 2 വീഡിയോ എടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ക്യാമറാമാനെ കാണാം. ശ്രീകുട്ടൻ എന്നാണ് അവൻ്റെ പേര്. അവനൊരു യൂട്യൂബ് ചാനലുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല ചെറുതായിട്ട് ചുമയുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരെൻ്റെ അത് നോക്കിയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് പോസ്റ്റ് കാണാൻ. ഇതാണ് കേട്ടോ പോസ്റ്റ് കാണാൻ. ചിരിച്ചിട്ടും നിർത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു കുതിരേനെ കാണാം. അവിടെ ഒരു കുതിരേനെ കണ്ടില്ല, അതെൻ്റെ പണ്ട് എനിക്ക് ചെറുതായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ചേച്ചി മേടിച്ചെന്ന കുതിരയാണത്. അപ്പോൾ ഇപ്പം എൻ്റെ അനിയത്തി അതിലാണ് കേട്ടോ. അതിൽ വെറുതെ ഓടിച്ച് കളിക്കുകയാണ്. പിന്നെ നമ്മൾ ബോൾ എടുത്തിട്ട് വരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ ഷൂട്ട് എടുക്കും. ഇത് ഒരു 10 മിനിറ്റ് 11 മിനിറ്റൊക്കെ ഉണ്ടാവും. നമ്മൾ ഇതുവരെ ഒരു വീഡിയോ 10 മിനിറ്റ് ഒന്നും എടുത്തിട്ടില്ല. എന്താ ബോൾ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ബോൾ കണ്ടില്ല, ആ പോസ്റ്റിൻ്റെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു എത്ര ഷോട്ട് എന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല. നമ്മൾ ഒരു 10-11 മിനിറ്റ് ആവണ വരെ എടുക്കുന്നതായിരിക്കും. 10-11 മിനിറ്റ് എടുക്കുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറയിൽ കിടക്കട്ടെ. 10-11 മിനിറ്റ് എടുക്കുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫോണിന് സ്റ്റോറേജ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 10-11 മിനിറ്റൊക്കെ എടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു കുറേ നേരമൊക്കെ എടുക്കുക. അതായത് സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ടാണ്. വേറെ എൻ്റെ ഒരു അമ്മൂമ്മയുടെ ഫോണുണ്ട്. എൻ്റെ അമ്മൂമ്മയുടെ ഫോണാണത്. അത് കുറേ നേരമൊക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ദിവസം അതിൽ ഗ്രാനി ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ഞാൻ വീഡിയോ എടുത്തു. എന്നിട്ട് നമ്മൾ ഈ ഫോണിലേക്ക് അയക്കാൻ നോക്കുമ്പോൾ നെറ്റില്ല എന്ന് പറയണം. അപ്പം ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നു. ഇവിടെ നെറ്റൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിൽ. എന്നിട്ടും അത് കിട്ടില്ല എന്ന് പറഞ്ഞു ഗൈസ്. അതുകൊണ്ട് നമ്മൾ ആ ഫോണിൽ അതിന് ഇരിക്കുന്നുണ്ട്. 22 മിനിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ എസ്കേപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എന്തായാലും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ക്രോസ് ബാർ ചാലഞ്ചിലേക്ക് കിടക്കാം. ഞാൻ അവിടെ നിൽക്കുകയാണ്. ഞാൻ ഹായ് കാണിക്കാം കേട്ടോ. ഓക്കെ,
ഞാൻ അടിച്ചു കൂട്ടാ. എന്നിട്ട് ആ പോസ്റ്റിൻ്റെ ഇവിടേക്കാണ് പുറത്തേക്കാണ് പോയി. എന്നിട്ട് ആ കല്ല് തട്ടിയിട്ട് വേറെ ഗൈസ് നമ്മളെന്തായാലും കൂട്ടാൻ പോളിയത് അന്ന് കൂട്ടാൻ പോയത്. ഇപ്പം ക്യാമറയുടെ അവിടേക്ക് വന്നേനെ. ക്യാമറയുടെ ഇവിടേക്ക് വന്നു. ക്യാമറയിൽ തട്ടിയേനെ. അതൊരു പറമ്പിൽ പോയിട്ട് ഇട്ടതാ. ആ മതിലുണ്ട. ആ മതിൻ്റെ അപ്പുറത്തൊരു പറമ്പാണ്. ആ പറമ്പിലാണ് പോയേക്കണം. നമ്മളത് എടുത്തിട്ട് വരണമായിരിക്കും കേട്ടോ. എടുത്തിട്ട് വന്നിട്ട് നമുക്ക് വരാം. എടുത്തിട്ട് വന്ന് നമുക്ക് അടിക്കാട്ടോ. അപ്പോൾ ഇപ്പോൾ 2 പറയുണ്ട്. നമ്മൾ ബോൾ എടുത്തിട്ട് വന്നിട്ട് കേട്ടോ. അടിച്ചപ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റുമെന്നറിയില്ല. ആ പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. പോസ്റ്റ് കഴിച്ച് ഇവിടെ തട്ടിയിട്ട് അങ്ങനെ പോയിട്ട് അവിടെ തട്ടിയിട്ട് സ്പീഡിൽ തട്ടിയിട്ട് പുറത്ത് പോയി. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. സ്പീഡിൽ തട്ടിയിട്ട് പോയേക്കാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ 4 ഷോട്ടും കൂടിയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഞാനൊരു ചാലഞ്ച് തരാം ഗൈസ്. ഒരു ചാലഞ്ചാണ്. ഞാൻ എത്ര പ്രാവശ്യം എല്ലാതും കൂടി കൂട്ടിയിട്ട് ഗൈസ് പുറത്തേക്ക് പോയാലും കുഴപ്പമില്ല, ഗോളായാലും കുഴപ്പമില്ല, ബാറുമ കെട്ടിയാലും കുഴപ്പമില്ല, എത്ര പ്രാവശ്യം ഞാൻ അടിച്ചു എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റും ചെയ്യണം. പിന്നെ ഒരു 10 ലൈക്കും ചെയ്യണം കേട്ടോ.
പിന്നെ ഞാൻ എൻ്റെ ഒരു ശ്രീകുട്ടൻ എൻ്റെ ഫ്രണ്ടിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ആ ടാസ്കും കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ എത്ര പ്രാവശ്യം അടിച്ചു, പുറത്തേക്ക് അടിച്ചാലും കുഴപ്പമില്ല, ഗോളായാലും കുഴപ്പമില്ല, ബാർമ തട്ടിയാലും കുഴപ്പമില്ല, എത്ര പ്രാവശ്യം അടിച്ചു. ലാസ്റ്റ് 6 ബാർമ തട്ടിയിട്ടുണ്ട്. പിന്നെ എത്രയോ ഗോളും ആയിട്ടുണ്ട്, പിന്നെ പുറത്തേക്ക് പോയിട്ടുണ്ട്. എല്ലാതും കൂടി കൂട്ടിയിട്ട് എത്ര ഷോട്ടിന് അടിച്ചു എന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ 6 ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. വയ്യാണ്ടായി ഗൈസ്, വയ്യാണ്ടായി. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയ്ക്ക് വരുന്നതായിരിക്കും. ബൈ ഗൈസ്. പിന്നെ എൻ്റെ കയ്യിൽ ഒരു ഗ്രീൻ കളർ കാണാം, അതൊരു സ്കെച്ചിൻ്റെ കളറാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. സ്കെച്ച്